കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള സാധനം, സൈക്കോളജിക്കൽ സെക്യൂരിറ്റിയാണ്, നമുക്കൊരു ഉറപ്പാണ്, നമ്മളെക്കുറിച്ച് തന്നെ സെൽഫ് അഷ്യൂർഡ് ആണ്. ആ ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയാൽ ഐ സ്ക്രൂഡ് അപ്പ് എന്ന് പറയാൻ CEO എന്ന രീതിയിൽ നിങ്ങൾക്ക് പറ്റിയിരിക്കണം. മനുഷ്യനെ സംബന്ധിച്ചോളം ജനറലി സ്പീക്കിംഗ് ഒരു ആവറേജ് ഒരു സർട്ടൻ നമ്പർ ഓഫ് ഡിസിഷൻ മേക്കാനുള്ള വിൽ പവറെ ആവറേജ് ഹ്യൂമൻ ഉള്ളൂ. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ ബേസിക്കലി നിങ്ങളെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് ബിസിനസ് കൊണ്ടുപോകാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ 5 ലെവൽസ് ഓഫ് ഡെലിഗേഷനെ കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടാവും. അതുപോലെ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, സാധാരണ മിസ്റ്റേക്കുകൾ വരുത്തുമ്പോൾ നിങ്ങൾ മിസ്റ്റേക്ക് അലവൻസ് ഒരു എംപ്ലോയീസിന് ഉണ്ടാക്കുന്നുണ്ടോ? ഒരു എംപ്ലോയർ എന്ന രീതിയിൽ മിസ്റ്റേക്ക് അലവൻസ് ഉണ്ടോ എംപ്ലോയീസിന്? എൻ്റെ ഡാഡ് ചെയ്ത ഒരു വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് സ്ട്രാറ്റജി, ഡാഡിൻ്റെ നിന്ന് പഠിച്ച സ്ട്രാറ്റജി ഞാൻ പറയുന്നുണ്ടാവും. 3 ലെവൽസ് ഓഫ് മിസ്റ്റേക്സിനെ കുറിച്ച് പറയുന്നുണ്ടാവും. അതുപോലെ മോസ്റ്റ് CEOs വരുത്തുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്താണ്, അതും ഇതിനകത്ത് പറയുന്നുണ്ട്. നമുക്ക് ആക്ച്വലി എൻ്റെ ഡാഡിന്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എൻ്റെ ഡാഡ് ആക്ച്വലി ഒരു സാധാരണ കർഷകനായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പം ഞാൻ ചെറുപ്പത്തില് ഒരു 5ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ എൻ്റെ ഡാഡ് എന്നോട് പറഞ്ഞു, എന്ത് പ്രശ്നം വേണമെങ്കിലും ഉണ്ടാക്കിയോ, കോളേജ് സാറുമാരോടോ പിള്ളേരോടോ വേറെ എന്ത് പ്രശ്നങ്ങളുണ്ടായിക്കോ, എനിക്കൊരു കുഴപ്പമില്ല. ഓക്കെ, എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, എന്ത് വഴക്കുണ്ടായിക്കോട്ടെ, എന്തും ഉണ്ടായിക്കോട്ടെ, എന്ത് മിസ്റ്റേക്ക് സംഭവിച്ചോട്ടെ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തോട്ട് ഓടി വരിക, എൻ്റെ അടുത്ത് വന്ന് ഷെയർ ചെയ്യുക, എന്നോടൊന്ന് പറയാ ഇങ്ങനൊരു മിസ്റ്റേക്ക് ഉണ്ടായി, ഓക്കെ, മിസ്റ്റേക്ക് ഉണ്ടായെന്ന് പറയാ. അങ്ങനെ എൻ്റെ അടുത്ത് നീയാണ് ആദ്യം പറയുന്നതെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ഓക്കെ, ഇതെന്റെ മാനേജ്മെന്റ് ഫിലോസഫിയെ തന്നെ. ഞാൻ 25 രാജ്യങ്ങളിലുള്ള ആൾക്കാരെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത സിറ്റുവേഷൻ ഉണ്ടാക്കി, $multi-million ബിസിനസ്സുകൾ നമ്മൾ ഉണ്ടാക്കി. അത് മാത്രമല്ല $multi-million, അതായത് മൾട്ടിപ്പിൾ $10 million ഉള്ള 100 കോടി മുകളിലുള്ള കമ്പനികൾ മാനേജ് ചെയ്ത് ഓർഗനൈസ് ചെയ്തിരുന്ന് അതിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് വർക്ക് ചെയ്ത ഒരു പ്രിൻസിപ്പിള് എൻ്റെ ഡാഡിൽ നിന്ന് പഠിച്ച ഈ ചെറിയ പ്രിൻസിപ്പിളാണ്. അതെന്ന് വെച്ചാൽ, മിസ്റ്റേക്ക് ഉണ്ടോ എൻ്റെ അടുത്തോട്ട് പോരെ, ഞാൻ ഹാൻഡിൽ ചെയ്യാം. അപ്പൊ അതിനൊരു വേറൊരു ഓപ്പോസിറ്റ് സൈഡൂടെ ഉണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താ വെച്ചാൽ, ഇതിന്റെ കോൺസിക്വൻസ് എന്നാണെന്നും ഇതെങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ പുറകോട്ട് വീണാൽ ഞാൻ പിടിക്കാം എന്ന് പറഞ്ഞാണ് ഈ വീഡിയോയുടെ പ്രത്യേകത. അപ്പൊ ആ പുറകോട്ട് വീണാൽ പിടിക്കും എന്ന കോൺസെപ്റ്റിലേക്ക് എങ്ങനെ എത്തും എന്ന് ഞാൻ ക്ലാരിഫൈ ചെയ്യാം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താണെന്ന് വെച്ചാൽ, വേറൊരാൾ പറഞ്ഞ് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് എക്സ്ട്രീം കോൺസിക്വൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്താണ് ഒന്നെന്ന് വെച്ചാൽ, എന്ത് മിസ്റ്റേക്ക് വന്നാലും എനിക്ക് കുഴപ്പമില്ല, എൻ്റെ അടുത്ത് ഓടി വന്നു, ഞാൻ ഹാൻഡിൽ ചെയ്യാം. പക്ഷെ നീ പറഞ്ഞല്ലാതെ വേറൊരാൾ പറഞ്ഞ് ഞാൻ ഈ മിസ്റ്റേക്ക് അറിഞ്ഞാൽ, അതായത് എൻ്റെ നിന്ന് മിസ്റ്റേക്ക് ഹൈഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി അത് ടോട്ടൽ നൈറ്റ്മെയർ ആയിരിക്കും. ഇതാണ് എൻ്റെ ഡാഡിന്റെ മാനേജ്മെന്റ് ഫിലോസഫി. ഒരു പേരന്റിങ് ഫിലോസഫിയാണ്. അദ്ദേഹം എക്സ്ട്രീം ആയിരുന്നു ഈ പറഞ്ഞ രീതിയിൽ. എന്ത് പ്രശ്നമാണെങ്കിലും ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞു. ഇപ്പൊ എൻ്റെ മക്കളോട് എനിക്ക് അങ്ങനെ പറയത്തില്ല, ഞാൻ അമേരിക്കയിലാണ് ലീവ് ചെയ്യുന്നത്. ഇപ്പൊ എൻ്റെ ടീമിനോട് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, എൻ്റെ മക്കൾക്ക് ഈ പ്രിവിലേജ് കൊടുക്കാറുണ്ടോ? എൻ്റെ മക്കൾക്ക് അത്ര ഞാൻ കൊടുക്കാറില്ല. കാരണം എനിക്ക് ആരോട് പോയി വഴക്കുണ്ടാക്കാൻ പറയാൻ പറ്റത്തില്ല. കാരണം വേറെ രാജ്യത്താണ്. ഇന്ത്യയിലായിരുന്നപ്പം പല സിറ്റുവേഷനിനകത്തും ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പം ഈ മാനേജ്മെന്റ് ഫിലോസഫി ഞാൻ എങ്ങനെയാണ് കമ്പനികൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്, എൻ്റെ എക്സ്പീരിയൻസിൽ എങ്ങനെയാണ് ഞാനത് എക്സിക്യൂട്ട് ചെയ്ത് മറ്റുള്ളവർക്ക് ബെനിഫിറ്റ് ആക്കി മാറ്റിയത് എന്നാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം വെച്ചാൽ, 3 ലെവൽസ് ഓഫ് മിസ്റ്റേക്സ് ഉണ്ട്. അതായത് ലോകത്തിലെ ആരെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുത്തിയാലും ഞാൻ ഈ സിമ്പിൾ ആയിട്ടുള്ള ഈ കോൺസെപ്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടി 3 ലെവൽ മിസ്റ്റേക്സ് ഷെയർ ചെയ്യുവാണ്. ഇത് ആര് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ട് 3 ലെവൽസ് ഓഫ് മിസ്റ്റേക്സ് ഉണ്ട്. അപ്പൊ ഈ മിസ്റ്റേക്സ് വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങളുടെ കമ്പനി നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള ക്ലാരിറ്റി നിന്ന് കിട്ടിയിരിക്കും. ഒന്നാമത്തെ ലെവൽ ഓഫ് മിസ്റ്റേക്സ് പറഞ്ഞാൽ നിങ്ങളുടെ മിസ്റ്റേക്സ് ആണ്. ഒരു CEO എന്ന രീതിയിൽ, ഇപ്പൊ നിങ്ങളൊരു CEO എന്ന രീതിയിലാണ് എന്നെ കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മിസ്റ്റേക്സ് ഉണ്ട്. അതായത് മൈ മിസ്റ്റേക്സ് എന്ന് പറയാം. അപ്പൊ മൈ മിസ്റ്റേക്സ്. ഓക്കെ, രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ their മിസ്റ്റേക്സ് ആണ്, അവരുടെ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അവർ വരുത്തിയേക്കുന്ന മിസ്റ്റേക്സ് ആണ് their മിസ്റ്റേക്സ്. മൂന്നാമത്തെ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ അവർ മിസ്റ്റേക്സ് ആണ്. അതായത് ഞാനും അവരുടെ കൂടി ഉണ്ടാക്കിയേക്കുന്ന മിസ്റ്റേക്സ് ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഒരു CEO എന്ന രീതിയിൽ ഈ കമ്പനികൾ നടത്തുന്ന 3 മിസ്റ്റേക്കാണ്. ഒന്നെങ്കിൽ നിങ്ങളുടെ മിസ്റ്റേക്കാണ്, അല്ലെങ്കിൽ അവരുടെ മിസ്റ്റേക്കാണ്, അല്ലെങ്കിൽ നമ്മളുടെ മിസ്റ്റേക്കാണ്, കളക്റ്റീവ് ആയിട്ടുള്ള മിസ്റ്റേക്കാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, മോസ്റ്റ് CEOസും എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ 3 മിസ്റ്റേക്കിനും മറ്റാൾക്കാരെ ബ്ലെയിം ചെയ്യും. എവിടെ ഏത് കമ്പനി ചെന്നാലും, ഞാനിപ്പോ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് ഓർഗനൈസേഷനോട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ, എല്ലാവരും ആദ്യം പറയുന്നത് എന്താണ്, എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ ഞങ്ങൾ ബാക്കി നോക്കിക്കോളാം എന്ന് പറയും. ഇത് പറച്ചിൽ മാത്രമേ ഉള്ളൂ, പറച്ചിലോട്ട് കാര്യമില്ല. കാരണം ഒന്നെന്ന് വെച്ചാൽ, ഹ്യൂമൻസിനെ സംബന്ധിച്ചോളം പല പല കാരണങ്ങളാണ്. ഈസ്റ്റേൺ സൊസൈറ്റിയിൽ പേരൻസിന്റെ ഇൻവോൾവ്മെന്റ് സിഗ്നിഫിക്കൻ്റ്ലി കൂടുതലാണ് നമ്മുടെ ജീവിതത്തിൽ, അല്ലെ? ജനറലി സ്പീക്കിംഗ് ഞാൻ വളരെ ലക്കിയാണ് ആ ഒരു കാര്യത്തിൽ.
എസ്പെഷ്യലി എൻ്റെ ഡാഡിന്റെ ഇൻവോൾവ്മെന്റ് സിഗ്നിഫിക്കൻ്റ്ലി കുറവായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അപ്പം ലെസ് പാരന്റിങ് ഇസ് ബെസ്റ്റ് പാരന്റിങ് എന്ന ഒരു ഫിലോസഫി തന്നെ ഉണ്ട്. അപ്പൊ ഇവിടെ അമേരിക്കയിൽ ഇത് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതെന്ന് വെച്ചാൽ എല്ലാവരും പേരൻസിന് എല്ലാം വേറെ ജോലിയൊന്നുമില്ല, പിള്ളേരെ ഇങ്ങനെ വളർത്തി പെരുമാറ്റം റെഡിയാക്കി മോൾഡ് ചെയ്ത് അവർക്ക് വേണ്ട രീതിയിൽ ആക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇതുകൊണ്ട് എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചോളം പല കാര്യങ്ങളുണ്ട്. വേറൊരു എഫക്റ്റിനെ കുറിച്ച് ഞാൻ ഒരു സെക്കൻഡിൽ പറയാം, പക്ഷെ ഞാൻ എന്റെ ഹെഡ് ആകുന്നില്ല. ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറ്റൻഷൻ പേ ചെയ്യുക. എന്താ സിറ്റുവേഷൻ വെച്ചാൽ നമ്മൾക്ക് ആരും റെസ്പോൺസിബിലിറ്റി എടുത്ത് കാണിച്ചു തന്നിട്ടില്ല. നമ്മുടെ പേരൻസ് ജനറലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൻ അമ്മേനെ ബ്ലെയിം ചെയ്യും, അമ്മ അപ്പനെ ബ്ലെയിം ചെയ്യും. ക്ലിയർ ആണോ? അല്ലെങ്കിൽ എന്തിലൂടെ മക്കളെ ബ്ലെയിം ചെയ്യും. ഈ പറഞ്ഞ ത്രോയിങ് അണ്ടർ ദ ബസ് എന്ന് പറഞ്ഞേക്കുന്ന ഒരു മെറ്റഫർ ഉണ്ടല്ലോ, അതായത് ബസ്സിന്റെ ഇടയിലോട്ട് ഓടി വിടുവാണ്. അമ്മ വരുവാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം അതിയാണ് അത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറി വയ്ക്കുവാണ്. ഓക്കെ. ഈ റീസെന്റ് അമേരിക്കയിലുള്ള ഒരു സെനറ്റർ, ഒരു വലിയൊരു ഫേമസ് ആയിട്ടുള്ള സെനറ്റർ കൈക്കൂലിക്ക് വേണ്ടി പിടിയിലായി. അന്നേരം അയാൾ പറഞ്ഞു എന്റെ ഭാര്യ അത് ചെയ്തതെന്ന്. അയാൾ തന്നെയാണ് പൈസ അല്ലായിരിക്കാം, മോസ്റ്റ് ലൈക്ലി അയാൾ തന്നെ ആയിരിക്കും പൈസ എടുത്തു, സ്വർണ്ണമൊക്കെ ആൾക്കാരുടെ നിന്ന് മേടിച്ചു. എന്നിട്ട് ഒരു പ്രശ്നം വന്നപ്പോൾ തന്നെ പുള്ളി പറയും എന്റെ ഭാര്യ അത് എടുത്തുകൊണ്ട് പോയെന്ന്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു ബ്ലെയിമിങ് കൾച്ചറാണ് ലോകമെമ്പാടും ഉള്ളത്. ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടും ബ്ലെയിമിങ് കൾച്ചറുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല, ഒരുപാട് പേര് ബ്ലെയിം ചെയ്താണ് ജീവിക്കുന്നത്. അപ്പൊ ഇവിടെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പം സാധാരണഗതിയിൽ മൈ മിസ്റ്റേക്ക് അതിനാരാ റെസ്പോൺസിബിൾ? അതിനും അവരാണ്. ഓക്കെ. നമ്മൾ മിസ്റ്റേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുവാണ്. നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ എന്റെ മിസ്റ്റേക്കിന് ആരാ? അതിന് അവരാ റെസ്പോൺസിബിൾ. അവരുടെ മിസ്റ്റേക്ക് ഓഫ് കോഴ്സ് അവരാണ് റെസ്പോൺസിബിൾ. ഓക്കെ. അവർ മിസ്റ്റേക്ക് ആകുമ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ ചെയ്യേണ്ടിരുന്ന കാര്യത്തെ നമ്മൾ പയ്യെ അങ്ങ് പുറകോട്ട് മാറ്റും. എന്നിട്ട് നമ്മൾ പറയും അവരുടെ മിസ്റ്റേക്കിന് അതിന് നീ ആ റെസ്പോൺസ്, നീ അത് ചെയ്തായിരുന്നു എന്നോട് ഓർമ്മ. ക്ലിയർ ആണോ? അപ്പൊ അങ്ങനെ നമ്മളെ സംബന്ധിച്ചോളം റെസ്പോൺസിബിലിറ്റി എടുക്കാതിരിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. കോൺഫിഡൻസ് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം തവള വീർപ്പിക്കുന്ന പോലെ ഭയങ്കര ബലമൊക്കെ പിടിച്ചു, ഭയങ്കര ശക്തിയായിട്ട് ഞാൻ ഇങ്ങനെയാന്ന് പറഞ്ഞ് ഇട്ടു, ഭയങ്കര വാച്ചൊക്കെ കെട്ടി, ഭയങ്കര വില കൂടിയ വാച്ചൊക്കെ കെട്ടി, ഭയങ്കര സൂട്ടും കോട്ടും ഇട്ട് നടക്കുന്ന നല്ല കോൺഫിഡൻസ്. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള സാധനം, സൈക്കോളജിക്കൽ സെക്യൂരിറ്റിയാണ്. നമുക്കൊരു ഉറപ്പാണ്, നമ്മളെക്കുറിച്ച് തന്നെ സെൽഫ് അഷ്യൂർഡ് ആണ്. ആ ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയ ഐ സ്ക്രൂഡ് അപ്പ് എന്ന് പറയാൻ സിഇഒ എന്ന രീതിയിൽ നിങ്ങൾക്ക് പറ്റിയിരിക്കണം. ഇങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ലീഡർഷിപ്പ് ഡെഫിനറ്റ്ലി ഡെവലപ്പ് ചെയ്യാനുണ്ട്, ഇനി കൂടുതൽ ഡെവലപ്പ് ചെയ്യാനുണ്ട്. അപ്പൊ അല്ലാത്ത ലെവലില് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോഴത്തേന് നമ്മൾ നിങ്ങളുടെ പ്രശ്നം ആ പ്രശ്നം ഈ പ്രശ്നം എന്ന് ചെയ്യണം. ഇത് ഡേഞ്ചറസ് ആണ്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ കമ്പനിയിലെ എംപ്ലോയീസ് 20% റവന്യൂ കുറഞ്ഞു പോകും. എംപ്ലോയീസിന്റെ ആക്ടിവിറ്റി വഴി, അത് എംപ്ലോയീസിന്റെ ഇനീഷ്യേറ്റീവ് ഇല്ലായ്മ വഴി 20% നിങ്ങളുടെ റവന്യൂ കുറഞ്ഞു പോകും. ഞാൻ റുബുചാണ്ടി 90 Days Life എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ബെസ്റ്റ്സെല്ലിംഗ് ബുക്കിന്റെ ഓഥറാണ്. നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്ത് ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കൂടെ 90 Days Life എന്ന് പറഞ്ഞ ബുക്ക് 10,000-കണക്കിന് ആൾക്കാർ പല രാജ്യങ്ങളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ലക്ഷക്കണക്കിന് ബിസിനസ്സുകാർക്ക് കോടികളായിട്ടുള്ള രൂപ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത ആ ബുക്ക് നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരുവാണ്. നിങ്ങൾക്ക് ഇവിടെ താഴെ ഒരു ലിങ്ക് കാണും. ആ ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആ ബുക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്തിട്ട് എന്റെ കൂടെ 28 ഡേയ്സിൽ നിങ്ങൾക്കൊരു വെർച്വൽ മെന്ററിംഗ് ഞാൻ തരുവാണ്. ഞാൻ നിങ്ങൾക്ക് 28 ഡേയ്സിലേക്ക് വോയിസ് ഇട്ട് തന്ന് നിങ്ങളുടെ ബിസിനസിനെ നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. ഒരു കോസ്റ്റും ഇല്ല. ഇത് എന്റെ ഗിഫ്റ്റ് ആണ്. നിങ്ങൾ എന്റെ ചാനലിനെ ഫോളോ ചെയ്യുന്നതുകൊണ്ട്, നിങ്ങൾ എന്റെ ലോകത്തേക്ക് വന്നതുകൊണ്ട്, നിങ്ങൾ എന്ത് വീഡിയോ ആണ് വാച്ച് ചെയ്യുന്നെങ്കിൽ ആ വീഡിയോ വാച്ച് ചെയ്തതിന് നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ തരുന്നു. ഇവിടെ താഴെ പോകുക, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക, ബുക്ക് ഡൗൺലോഡ് ചെയ്യുക, നമ്മൾ വെർച്വൽ മെന്ററിംഗ് ജേർണിയിലൂടെ യാത്ര ചെയ്യാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ 1 കോടി രൂപയുടെ കമ്പനി ആണെങ്കിൽ നിങ്ങൾക്ക് 1,20,00,000 രൂപ 25,00,000 രൂപ ഉണ്ടാക്കാവുന്ന കമ്പനി ആയിരിക്കുമായിരുന്നു നിങ്ങൾ ബ്ലെയിം എടുക്കുമായിരുന്നെങ്കിൽ. ഓക്കെ. അപ്പൊ അത് എങ്ങനെ എടുക്കരുത് എന്ന് ഞാൻ ഒരു സെക്കൻഡ് കാണിച്ചു തരാം. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ 20,00,000 രൂപ കളയാൻ റെഡി ഉണ്ടോ ജസ്റ്റ് ഒരു ബ്ലെയിം എടുക്കാതിരിക്കുന്നതിന് വേണ്ടി? ഞാൻ പറഞ്ഞു മനസ്സിലായോ? ബ്ലെയിം എടുക്കുക. 10 കോടി രൂപയുടെ കമ്പനിയാണ്, നിങ്ങൾക്ക് 12 കോടി രൂപയുടെ കമ്പനിയിലേക്ക് ഗ്രോ ചെയ്യാം. കാരണം നിങ്ങളുടെ എംപ്ലോയീസിന് അതെങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ എംപ്ലോയീസിന് ഫ്രീഡം ഇനീഷ്യേറ്റീവ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ 100 കോടി രൂപയുടെ കമ്പനിയാണ് 120 കോടി രൂപയുടെ കമ്പനിയിലേക്ക് ഗ്രോ ചെയ്യാം. എപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ബ്ലെയിമും റെസ്പോൺസിബിലിറ്റി എടുക്കാൻ റെഡി ഉണ്ടെങ്കിൽ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിക്കുക. അതായത് വെച്ചാൽ ഇപ്പൊ ചിമ്പാൻസികളെ കണ്ടിട്ടുണ്ടെങ്കിൽ ചിമ്പാൻസികൾക്ക് ഒരു ലീഡറുണ്ട്. അപ്പൊ അവരുടെ ലീഡർ ഏറ്റവും മസിലുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആൽഫ മെയിലാണ്. ആൽഫ മെയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഹൈ ടെക്സ്റ്റോസ്റ്ററോൺ ഉള്ള ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മസ്കുലർ ആയിട്ടുള്ള ഒരു ചിമ്പാൻസി. ഈ ചിമ്പാൻസിയാണ് ഡിസിഷൻ എടുക്കുന്നത്. ആ ചിമ്പാൻസി ഒരു സൈഡിലേക്ക് ഓടിക്കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് ഓടുവാണ്. ക്ലിയർ ആണോ? കാരണം വെച്ചാൽ അവിടെ അതോറിറ്റിയാണ്, ലീഡറിനെ ആൾക്കാർ ഫോളോ ചെയ്യുവാണ്. ഇങ്ങനെയാണ് ഹ്യൂമൻ സ്പീഷീസ് ബിൽറ്റ് ആക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എന്ന രീതിയിൽ, ഒരു സിഇഒ എന്ന രീതിയിൽ, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഞാൻ ജോലി തരുന്ന കാലഘട്ടങ്ങളിൽ ചില സിഇഒസ് ഒക്കെ
എപ്പോഴും അവർ ബ്ലെയിം തള്ളി തള്ളി വേറെ സിഇഒ വൈസ് പ്രസിഡന്റ് എടുത്തോണ്ടു, വൈസ് പ്രസിഡന്റ് മാനേജർ എടുത്തോണ്ടു, മാനേജർ സ്റ്റാഫിന് എടുത്തോണ്ടു, സ്റ്റാഫ് എന്നിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ക്ലീനിങ്കാരുടെ പ്രശ്നമാണ്, അവർ കറക്റ്റ് ക്ലീൻ ചെയ്യാത്തതുകൊണ്ട് എൻ്റെ സോഫ്റ്റ്വെയർ കറക്റ്റ് ആയിട്ടില്ല. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങളൊരു ലീഡർ എന്ന രീതിയിൽ, റിലേഷൻഷിപ്പ് ലീഡർ എന്ന രീതിയിൽ, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന രീതിയിൽ നിങ്ങളെ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ അടുത്ത ലെവലിലേക്ക് ബിസിനസ് മുന്നോട്ട് പോകാൻ പോകുന്നില്ല. നിങ്ങളെ സംബന്ധിച്ചോളം മാസീവായിട്ട് നഷ്ടം വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിന്റെ ഓപ്പോസിറ്റ്, അതായത് നമുക്ക് ചെയ്യാം, നമുക്ക് ഞാൻ വളരെ സ്പിരിച്വൽ ആയിട്ടൊരു ബിസിനസ്സുകാരനാണ്, ഞാൻ അധർമ്മം പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്, അധർമ്മമല്ല അഹിംസ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ അഹിംസ പ്രാക്ടീസ് ചെയ്യുന്ന സാത്വികനായ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഞാൻ ഇതെല്ലാത്തിനും ഉത്തരവാദിത്വം എടുക്കാം. നീ ചെയ്യുന്നതിനും ഞാൻ ഉത്തരവാദി, ഞാൻ ചെയ്യുന്നതിനും ഞാൻ ഉത്തരവാദി, നമ്മൾ ചെയ്യുന്നതിനും നമ്മൾ ഉത്തരവാദി. അൾട്ടിമേറ്റ്ലി ജീവിതം എല്ലാം മായയാണല്ലോ. ഇങ്ങനെ പോകുന്ന ആൾക്കാരും അതിലും വലിയ അബദ്ധത്തിലാണ് പോകുന്നത്. അപ്പൊ ഇതിലും വലിയ അബദ്ധം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇവര് എനേബിളേഴ്സ് ആയി മാറുവാണ്. അതായത് അവർ വരുത്തുന്ന മിസ്റ്റേക്കിന് നിങ്ങൾ റെസ്പോൺസിബിൾ ആണെങ്കിൽ പിന്നെ അവർക്ക് എന്തിന്റെ ഇതാണ് അത് കറക്റ്റ് ചെയ്യാനായിട്ട്? ക്ലിയർ ആണോ? അവർ കറക്റ്റ് ചെയ്യല, നിങ്ങളുടെ ബിസിനസ് പിന്നെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോവാണ്. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് ചില കമ്പനികൾ സംഭവിക്കുന്നത്. അവർ എനേബിളേഴ്സ് ആയി മാറുവാണ്. അപ്പൊ അവരെ സംബന്ധിച്ചോളം ഒന്നും ചെയ്യേണ്ടത്, ഇറ്റ്സ് ഓക്കെ, ഞാനത് കൈകാര്യം ഞാൻ ചെയ്തു തരാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ എനേബിളേഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് പേരന്റൽ ആയിട്ടുള്ള കൺഫ്യൂഷൻ ഉള്ള ആൾക്കാരാണ്. അപ്പൊ അതെന്ന് വെച്ചാൽ അവരൊരു നല്ല പേരന്റ് ആകാൻ നോക്കുവാണ്. ശ്രദ്ധിച്ചു നോക്കുവാണെങ്കിൽ ഒരു സിഇഒ എന്ന രീതിയിൽ ഒരു പേരന്റിങ് ഡേ കെയർ സെന്റർ നടത്തുവാണ്. അതെന്ന് വെച്ചാൽ കൊച്ചിന് കരച്ചിൽ വന്നോ, അയ്യോ സാരമില്ല കേട്ടോ, കരയണ്ട, അത് വിഷമിക്കണ്ട, ഞാൻ പൗഡർ തരാം, പാല് തരാം. വേറൊരാൾക്ക് അയ്യോ നിനക്ക് പ്രശ്നമുണ്ടോ, എന്നാ ഒരു പണി, ഒരാഴ്ച തന്നെ വരണ്ട കേട്ടോ. കമ്പനി കോഞ്ഞാട്ടയായി പോകും. ക്ലിയർ ആണോ? ഇത് എക്സ്ട്രീം ആയിട്ടുള്ള മറ്റേ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഒരു സൈഡിൽ എന്ന് വെച്ചാൽ ബ്ലെയിം, മറ്റേ സൈഡിൽ എന്താണെന്ന് വെച്ചാൽ ഞാനാണ് ബ്ലെയിം, എന്റെയാണ് കുഴപ്പം, ഞാൻ എടുത്തോളാം, ഞാൻ സാക്രിഫൈസ് ചെയ്തോളാം. കാരണം ഞാൻ സാക്രിഫൈസ് ചെയ്യാനായിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും വന്നേക്കുന്നത്, അപ്പൊ പിന്നെ ഉറപ്പായിട്ടും ഞാൻ സാക്രിഫൈസ് ചെയ്തേക്കാം. ഇങ്ങനെ ഈ രണ്ടുപേരും റോങ് ആണ്. ക്ലിയർ ആണോ? ഇപ്പൊ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നാണ് നമ്മൾ ഇനി അറിഞ്ഞിരിക്കേണ്ടത്, അല്ലെ? അപ്പൊ അത് ചെയ്യത്തില്ല ഈ പറഞ്ഞ രീതിയിൽ, ഭയങ്കര ഒട്ടും റെസ്പോൺസിബിലിറ്റി എടുക്കാതിരിക്കത്തില്ല, ഈ പറഞ്ഞ രീതിയിൽ റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് എടുക്കത്തില്ല. രണ്ടിൽ ഒന്നായിരുന്നു എനിക്ക് എളുപ്പമുണ്ടായിരുന്നു, പക്ഷെ റിയലി ഞാൻ എന്താ ചെയ്യണ്ടേ? അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിനാണ് ഞാൻ പറഞ്ഞ റാഡിക്കലി റെസ്പോൺസിബിൾ ലീഡർ എന്ന് പറയുന്നത്. റാഡിക്കലി റെസ്പോൺസിബിൾ ലീഡർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി മറ്റൊരു രീതി പറഞ്ഞാൽ നമ്മൾ റാഡിക്കൽ റെസ്പോൺസിബിൾ ആണ്. എന്തിനു വേണ്ടി? ഞാൻ ഇൻവോൾവ് ആണെങ്കിൽ ഞാൻ റെസ്പോൺസിബിൾ ആണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 3 തരത്തിലുള്ള ആൾക്കാരുണ്ട്, 3 തരത്തിലുള്ള മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ മൈ മിസ്റ്റേക്സ് ആണ്. ഓക്കെ, ഈ റാഡിക്കലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലീഡർ മൈ മിസ്റ്റേക്ക് എന്ത് ചെയ്യും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. രണ്ടാമത്തെ കാര്യം വെച്ചാൽ അവർ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, അവർ മിസ്റ്റേക്ക് ഉണ്ട്. മൂന്നാമത്തെ കാര്യം വെച്ചാൽ their mistake. അപ്പൊ ഈ റാഡിക്കലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലീഡർ മൈ മിസ്റ്റേക്ക് നോ ക്വസ്റ്റ്യൻ, ഞാനാണ് റെസ്പോൺസിബിൾ. ക്ലിയർ ആണോ? കാരണം ഇതെന്റെ മിസ്റ്റേക്ക് ആണ്, ഞാനാണ് റെസ്പോൺസിബിൾ. their mistake, ഞാനല്ല, അവരാണ് റെസ്പോൺസിബിൾ. ഈ ബൗണ്ടറി ഡിഫൈൻഡ് ആണെങ്കിൽ ഇത് ഈ 3 ലെവലിലേക്ക് നിങ്ങൾ ക്ലാസിഫൈ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ക്ലിയർ ആയിട്ട് മനസ്സിലാവും കംപ്ലീറ്റ്ലി അവരുടെ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ദേ ആർ റെസ്പോൺസിബിൾ. അപ്പൊ അവരെ നിങ്ങളെ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നതിലൂടെ അവരെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവർ റെസ്പോൺസിബിലിറ്റി എടുക്കാനായിട്ട് നിങ്ങളല്ല, അവർ റെസ്പോൺസിബിലിറ്റി. ഞാൻ ചിമ്പാൻസിയുടെ എക്സാമ്പിൾ പറഞ്ഞല്ലോ. ആൽഫ മങ്കീസ്, ആൽഫ ചിമ്പാൻസീസ്, ഏറ്റവും സ്ട്രോങ് ആയിട്ട് ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ചിമ്പാൻസീസ് എന്ത് കാണിക്കുന്നു അതാ മറ്റുള്ളവർ ഫോളോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന കാണുമ്പോൾ അവർ നോക്കുമ്പോൾ സിഇഒ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നുണ്ട്, പ്രസിഡന്റ് റെസ്പോൺസിബിലിറ്റി എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്കും റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തോന്നുവാണ്. കളക്റ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷന് നിങ്ങൾ റെസ്പോൺസിബിലിറ്റി എടുക്കും. അതായത് നിങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഫെയിൽ ആയെങ്കിൽ, ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഒരു സ്ഥലത്തോട്ട് കൊടുത്തു, അപ്പൊ ആ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് അല്ലായിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടം വന്നു, 5 ലക്ഷമോ 10 ലക്ഷമോ 1 കോടിയോ നഷ്ടം വന്നു. നിങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഫിസിക്കലി, സൈക്കോളജിക്കലി, ഇമോഷണലി നിങ്ങളുടെ ടീമിനെ പ്രൊട്ടക്ട് ചെയ്യാൻ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നിങ്ങളുടെ അവരൊരു റിലേഷൻഷിപ്പ് ലീഡറെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ എംപ്ലോയീസ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ലീഡറെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ആളുടെ കയ്യിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻ വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേന്, ഫോർ എക്സാമ്പിൾ വെച്ചാൽ നിങ്ങളൊരു പ്രശ്നത്തിൽ പോയി ചാടുവാണ്. ഓക്കെ, പ്രശ്നത്തിൽ പോയി ചാടാൻ നിങ്ങളുടെ ടീമും ഉണ്ട്.
ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ മക്കളും ഉണ്ട്. നിങ്ങൾ ഒരു വെള്ളത്തിൽ മക്കൾ ഒരാൾ പോയി ചാടുവാണ്, നിങ്ങൾ അവരെ പിടിച്ച് കയറ്റുവോ അതെയോ ഈ പറഞ്ഞ പിള്ളേരാകുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലേ, ജീവിതത്തിന് എന്താണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പോകുകയല്ല, ഹോപ്പ്ഫുള്ളി പോകുകയല്ല ഞാൻ വിചാരിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ടീമിനെ നിങ്ങൾ ഒരു പ്രശ്നത്തിൽ പോയി ചാടിച്ചിട്ട് പോകരുത്. ഓക്കെ, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ടീമിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ക്ലിയർ ആണോ? അപ്പൊ അവിടെ എന്റെ സ്വാർത്ഥ ലക്ഷ്യം നോക്കുകയാണ്. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു അബദ്ധത്തിലോ പ്രശ്നത്തിലോ എന്തെങ്കിലും ചാടിക്കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം ആദ്യം അവരെ പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് നിങ്ങൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇത് സാക്രിഫൈസ് കൊണ്ടല്ല, ഇത് ലീഡർഷിപ്പാണ്. സാക്രിഫൈസ് ചെയ്യാനല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷൻ നിങ്ങൾ പോയി പെടാതിരിക്കുക, പക്ഷെ പെടുവാണെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു റാഡിക്കലി റെസ്പോൺസിബിൾ ലീഡർ എന്ന രീതിയിൽ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പം ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ മിസ്റ്റേക്ക് അലവൻസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അത് കഴിഞ്ഞ് ഡെലിഗേഷനിലേക്ക് ഇറങ്ങാം, അത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ മിസ്റ്റേക്ക് അലവൻസിലേക്ക് എത്തുമ്പോൾ നിങ്ങളൊരു കാര്യം അതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, നിങ്ങളുടെ എംപ്ലോയീസ് എല്ലാവരും, പല ആൾക്കാർ പറയും മലയാളികൾക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല, ഇന്ത്യക്കാർക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല എന്നൊക്കെ പറയും. ഇതൊന്നും കറക്റ്റ് അല്ല. ഇതിവിടെ ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. എസ്പെഷ്യലി യങ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ ഒരുപാട് പേരെ കാണുന്നുണ്ട്, പല പല കമ്പനികൾ കാണുന്നുണ്ട് ഈ പറഞ്ഞ രീതിയിൽ. നിങ്ങൾ പറയും അമേരിക്ക ഇരുന്ന് പറയാൻ എളുപ്പമാണ്. എനിക്ക് ഇന്ത്യയിലുള്ള ആൾക്കാരും എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണാനും അവരോട് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചാലും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. ഈ കമ്മിറ്റ്മെന്റ് വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവർക്ക് ഇനിഷ്യേറ്റീവ് ഉണ്ടാക്കാൻ പറ്റുന്ന എൻവയോൺമെന്റ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പം നിങ്ങളുടെ എംപ്ലോയീസ് നിങ്ങൾക്ക് വേണ്ടി എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ മറ്റൊന്നുമല്ല, നമ്മുടെ ഒരു ലീഡർഷിപ്പ് ഇഷ്യൂ ആണത്, നമ്മുടെ ഒരു മാനേജ്മെന്റ് ഇഷ്യൂ ആണ്. ഇത് റാഡിക്കൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലീഡർ ചെയ്യേണ്ട കാര്യമാണ്. അതായത് വെച്ചാൽ നിങ്ങൾക്ക് വേണേൽ പറയാം, അത് എനിക്ക് ആർക്കും നല്ല എംപ്ലോയീസിനൊന്നും കിട്ടുന്നില്ല, നമ്മുടെ സമൂഹം ഇങ്ങനെ ആയി പോയത് എന്താണ്, കഴിവുള്ളവരെല്ലാം പുറത്തോട്ട് പോയില്ലേ എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ ട്രൂലി ലീഡ് ചെയ്യുവാണെങ്കിൽ, ട്രൂലി ഒരു റിലേഷൻഷിപ്പ് ലീഡർ ആകുവാണെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ചോളം റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. ഒരുപാട് ആൾക്കാരെ അല്ലാത്ത ആൾക്കാർ ഇല്ലെന്നുമല്ല ഞാൻ പറയുന്നത് കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ലോകത്തിലുണ്ട്. നിങ്ങൾ അവരെ കണ്ടിട്ടില്ല. കാണാത്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ അട്രാക്റ്റീവ് ആണ്. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമുക്കൊരു പേരന്റൽ ഇഷ്യൂ ഉണ്ട്, നമ്മുടെ പേരൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നെങ്കിൽ ആ സ്ട്രിക്ട്നെസ്സിന്റെ ഓപ്പോസിറ്റ് നമ്മൾ ചിലപ്പോൾ ചെയ്യും. നമ്മൾ ഒരുപാട് ഭയങ്കര ഫ്രണ്ട്ലി ആവും എംപ്ലോയീസിനോട് എക്സസീവ്ലി ഫ്രണ്ട്ലി ആയി കഴിഞ്ഞാൽ അവർ നമ്മുടെ തലയിൽ നിന്ന് ഇറങ്ങും. അങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഒരു എഫിഷ്യൻസിയും ആൾക്കാർക്ക് ഉണ്ടായില്ല. നിങ്ങൾ വളരെ സോഷ്യലിസ്റ്റിക് ആയിട്ട് നമ്മളെ സംബന്ധിച്ചുള്ള നമ്മളുടെ പാർട്ടിയുടെ പ്രസ്താവന അനുസരിച്ച് നമ്മളെല്ലാവരും സമ്പന്നരായിട്ടുള്ള ആൾക്കാരല്ലേ, അതുകൊണ്ട് നമ്മൾ എംപ്ലോയീസിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, എംപ്ലോയീസിനോട് ഇതിരിക്കുന്നു, എംപ്ലോയീസിനോട് കിടക്കുന്നു, എംപ്ലോയീസിനോട് കള്ളു കുടിക്കാൻ പോകുന്നു, അവസാനം എംപ്ലോയീസ് ഒന്നും ജോലി ചെയ്യുന്നില്ല, നിങ്ങളുടെ പോകും. ഇതെനിക്ക് പറ്റിയിട്ടുള്ള കാര്യമാണ്, എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള കാര്യമാണ്. ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങളുടെ പേരൻസ് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള ആൾക്കാരായി, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ പോയിട്ട് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ എക്സസീവ്ലി സ്ട്രിക്റ്റ് ആവുകയാണ്. എക്സസീവ്ലി സ്ട്രിക്റ്റ് ആകുമ്പോൾ എന്താ സിറ്റുവേഷൻ, അവരെല്ലാവരും നിങ്ങളെ പേടിച്ച് വിറച്ചാണ് നോക്കുന്നത്. അപ്പൊ ആ പേടിച്ച് വിറച്ച് നോക്കുന്ന സിറ്റുവേഷനിൽ എന്താണ് സംഭവിക്കുന്നത്, ആ പോയിന്റിലും അവരെ സംബന്ധിച്ചോളം അവരുടെ ക്രിയേറ്റിവിറ്റി വരുന്നില്ല. അവരുടെ ഫിയറിൽ നിന്ന് ശമ്പളം കിട്ടാനുള്ള ഒരു സോഴ്സ് അത് മാത്രമാണ് ജോലി, അല്ലാതെ അവിടെ ഒരു പാഷനോ എൻഗേജ്മെന്റോ അവരുടെ ഹാർട്ട് ആൻഡ് സോൾ വരുന്നില്ല. ഈ ഹാർട്ട് ആൻഡ് സോൾ വന്ന് എംപ്ലോയീസ് ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോഴാണ് ഏതൊരു കമ്പനിയും 20% കൂടുതൽ പെർഫോം ചെയ്യുന്നത്. ഈ ഒരൊറ്റ കാര്യത്തിൽ തന്നെ എംപ്ലോയീസ് ഹാപ്പി ആണെങ്കിൽ, ക്ലിയർ ആണ്, ആ എംപ്ലോയീസിന് ആ ഒരു ഫുൾഫിൽമെന്റ് വർക്കിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ, ക്ലിയർ ആണോ, അതിന് നിങ്ങളുടെ ലീഡർഷിപ്പാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ് മിസ്റ്റേക്ക് അലവൻസ് ഫോർ എംപ്ലോയി? മിസ്റ്റേക്ക് അലവൻസ് ഫോർ എംപ്ലോയി എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്ത ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ ബേസിക്കലി എന്താ വെച്ചാൽ, ഞാനിപ്പോൾ ഓരോ ഓർഗനൈസേഷനിൽ റൺ ചെയ്യുവാണെങ്കിൽ ആ ഓർഗനൈസേഷനിൽ ഞാൻ ഒരാളോട് പറയും, ചില റെഗുലർ ആയിട്ടുള്ള ആൾക്കാരോട് ഒരു സർട്ടൺ എമൗണ്ട് ഉണ്ട്. അതായത് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ $100 വരെ, $8,000 വരെ മിസ്റ്റേക്ക് എന്തുകൊണ്ടും കാണിച്ചു, എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ മിസ്റ്റേക്ക് കാണിച്ചു, അന്നേരം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ മതി. അഗെയിൻ ഡാഡിന്റെ പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, അപ്പൊ $100 വരെയുള്ള മിസ്റ്റേക്ക് ആർക്കും കമ്പനി വരുത്താം. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ വലിയ കമ്പനി ആണെങ്കിൽ അതിനനുസരിച്ച് കുറയ്ക്കാൻ, ചെറിയ കമ്പനിയാണ് അനുസരിച്ച് കുറയ്ക്കുകയും വലിയ കമ്പനിയാണ് അത് കൂട്ടുകയും ചെയ്യുക. എല്ലാ എംപ്ലോയീസിനും $100 മിസ്റ്റേക്ക് വരുത്താം. ഓക്കെ, കാരണം $100 മിസ്റ്റേക്ക് വരുത്താൻ അവരെ അലോ ചെയ്യുന്നുണ്ട്. അവർ 10 ഇരട്ടി റിസ്ക് എടുക്കും. ക്ലിയർ ആണോ? ഒരു $100 റിസ്ക് എടുക്കാനായിട്ട് എല്ലാ എംപ്ലോയീസിനും അലോ ചെയ്യുവാണെങ്കിൽ $100 വരെ മിസ്റ്റേക്ക് വന്നാൽ ഇറ്റ്സ് ഫൈൻ. കുറച്ചുകൂടെ സീനിയർ ആയിട്ട് എംപ്ലോയീസ് ആണെങ്കിൽ $250 വരെ, അതായത് മിസ്റ്റേക്ക് അലവൻസ് ആണ് എംപ്ലോയീസിന്. അതായത് $250 വരെ റിസ്ക് എടുക്കാം. നിങ്ങളുടെ സീനിയർ ലെവലിലുള്ള എംപ്ലോയീസിന് $1,000 വരെ മിസ്റ്റേക്ക് ഉണ്ടാക്കാം, ഒരു പ്രശ്നമില്ല. ഓക്കെ, $1,000 മിസ്റ്റേക്ക് ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം, ഇറ്റ്സ് ഫൈൻ. അപ്പൊ എന്താ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ,
അവരെ നമ്മൾ പൈസ വെച്ചിട്ട് കളിക്കുവാണ് ഇവിടെ, അല്ലെ? നമ്മൾ പൈസ വെച്ചിട്ട് നമ്മൾ അവരോട് പറയുവാണ്, നിങ്ങൾ $1000 വരെ മിസ്റ്റേക്ക് വരുത്തിയാല് എനിക്ക് ഒരു പ്രശ്നമില്ല, നിങ്ങൾ വരുത്തിക്കോളാൻ പറയുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ അവർ $1,00,000 വേണ്ടിയിട്ടുള്ള റിസ്ക് നിങ്ങളുടെ കൂടെ എടുക്കും. അതായത് ഞാൻ ഇപ്പൊ 25 രാജ്യങ്ങളുള്ള കമ്പനികൾ, 25 രാജ്യങ്ങളുള്ള ആൾക്കാരുടെ കൂടെ പല സമയത്തായിട്ട് വർക്ക് ചെയ്തപ്പോൾ ഈ ആൾക്കാരിലെ എന്റെ സിംഗിൾ ആട്രിബ്യൂട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്റെ ഡാഡിൽ നിന്നാണ് എന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള മാനേജ്മെന്റ് ഫിലോസഫി ബിൽറ്റ് ആയത് തന്നെ. അവിടെ ചില ആൾക്കാർക്ക് എന്നോട് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. 5% ആൾക്കാർ എന്നോട് വർക്ക് ചെയ്യുന്ന ഇഷ്ടമല്ല. കാരണം ഞാൻ വളരെ ഡൈനാമിക് ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ്. സംസാരത്തിൽ വളരെ ഇതാണെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ഒരു പ്രോജക്റ്റിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ വളരെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ എന്റെ കൂടെ ക്യാച്ചപ്പ് ചെയ്ത് പോകാൻ എല്ലാവർക്കും എളുപ്പമല്ല. കുറെ ആൾക്കാരെ ഞാൻ പറഞ്ഞു വിടേണ്ട വന്നിട്ടുണ്ടാവും, കുറെ ആൾക്കാർക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. പക്ഷേ 5 to 10% ആൾക്കാരെ അങ്ങനെയുള്ളവരുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള 90% ആൾക്കാര് എന്നെ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു പ്രശ്നം വന്നാൽ ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരിക്കും. പുറകോട്ട് വീണാ ഞാൻ പിടിച്ചോളാം. എന്ത് സിറ്റുവേഷൻ വന്നാലും വീഴുകയല്ല, ഞാൻ പിടിച്ചോളാം. എന്ത് സംഭവം വന്നാലും ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും. എന്ത് സംഭവം വന്നാലും ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും. ഈ ധാരണ നിങ്ങളുടെ എംപ്ലോയീസിന് ഉണ്ടാകുവാണെങ്കിൽ, ഇത് നമ്മൾ ചുമ്മാ വർത്താനത്തിൽ പറഞ്ഞാൽ പോരാ. എല്ലാവരും ചിലർ പറയും, പ്രശ്നമില്ല, ഞങ്ങൾ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാരാണ്, ഞാൻ നിങ്ങളെ കെയർ ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ നിങ്ങൾ ചെയ്ത് കാണിക്കണം. അവിടെയാണ് ഈ പൈസ വരുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ കമ്പനി വളരുന്നതിനനുസരിച്ച് ഈ $1000 എന്ന് പറഞ്ഞാൽ കുറെ കൂടെ റിസ്ക് അലവൻസ് കൂട്ടി കൊടുക്കണം. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചുള്ള അവർ $1000 ഒരു മിസ്റ്റേക്കുമായിട്ട് വരുമ്പോൾ നിങ്ങളോട് പറയണം, അപ്പൊ അവിടെ എന്ത് മിസ്റ്റേക്ക് വേണമെങ്കിലും കാണിച്ചുകൊണ്ട് എന്തോരം വേണമെങ്കിലും പോകാവോ എന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ പറയാം. എത്ര മിസ്റ്റേക്സ് എങ്ങനെ കാണിക്കാമെന്ന് ഞാൻ പറയാം. പക്ഷെ അതിന് മുമ്പായിട്ട് നിങ്ങളെ സംബന്ധിച്ചുള്ള $1000 വരെ മിസ്റ്റേക്ക് അവർ കാണിക്കാനായിട്ട് അലൗഡ് ആണ്. ഓക്കെ, സീനിയർ ലെവലിലുള്ള ആൾക്കാർക്ക്, എക്സ്ട്രീം സീനിയർ ആയിട്ടുള്ള ആൾക്കാർ. മീഡിയം ലെവലിലുള്ള എംപ്ലോയീസിന് $250 വരെ മിസ്റ്റേക്ക് വരുത്തിക്കോ, ഇറ്റ്സ് ഫൈൻ. മറ്റേ ഏറ്റവും താഴത്തെ എംപ്ലോയീസിന് $100 വരെ മിസ്റ്റേക്ക്. അപ്പൊ നിങ്ങൾ ഒരു $100 മിസ്റ്റേക്ക് ഒന്നും എനിക്ക് വരുത്തത്തില്ല, വേണ്ട, $10 ആയാൽ മതി. നിങ്ങളുടെ കേസിൽ $1000 മിസ്റ്റേക്ക് ആണെങ്കിൽ മതി. ചില ആൾക്കാർക്ക് ഈ $2000 മിസ്റ്റേക്ക്, അത് നിങ്ങളുടെ എംപ്ലോയീസിന് ഒരു മിസ്റ്റേക്ക് അലവൻസ് കൊടുത്തിട്ട് അവരോട് പറയാം, നിങ്ങൾ എന്ത് മിസ്റ്റേക്ക് വേണമെങ്കിലും വരുത്തിക്കോ, എനിക്ക് റിസൾട്ട് ഉണ്ടാകണം. അപ്പം ഞാനൊരു ഡിസിഷൻ എടുത്തോട്ടെ, ഓഫ് കോഴ്സ് ഡിസിഷൻ എടുത്തോ. അപ്പൊ ആൾക്കാർ എന്നോട് ചോദിക്കുക, എനിക്ക് ആ ഡിസിഷൻ എടുക്കാൻ അനുവാദമുണ്ടോ? ഓഫ് കോഴ്സ് ആ ഡിസിഷൻ എടുക്കാനാണ് നിങ്ങളെ ഞാൻ ഹയർ ചെയ്തേക്കുന്നത്. ക്ലിയർ ആണോ? എനിക്ക് അറിയേണ്ടാത്ത ഒരു കാര്യം ഞാൻ അറിയേണ്ട കാര്യമില്ല ഒരു CEO എന്ന രീതിയിൽ. ഓക്കെ, എനിക്ക് അറിയേണ്ടാത്ത ഒരു കാര്യം ഞാൻ അറിയേണ്ട കാര്യമില്ല CEO എന്ന രീതിയിൽ. നിങ്ങൾ ഹാൻഡിൽ ചെയ്തോ, എന്നോട് പറയണമെന്നില്ല. എനിക്ക് ഫോർ എക്സാമ്പിൾ വെച്ചാൽ ഇതിന്റെ വേറൊരു സിറ്റുവേഷൻ ആണ്. മറ്റു രീതി പറഞ്ഞാൽ സീനിയർ മാനേജ്മെന്റിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവരോട് പറയേണ്ടതെന്ന് വെച്ചാൽ, $1000 താഴെ ഡിസിഷൻ മേക്കിംഗ് എൻ്റെ അടുത്ത് കൊണ്ടുവരണ്ട, നിങ്ങൾ ഡിസിഷൻ എടുത്തോളാം, ഹാൻഡിൽ ചെയ്തോളാം, എനിക്ക് അറിയേണ്ട കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചുള്ള ഇത് പയർ മേടിക്കലും പച്ചക്കറി മേടിക്കലും ഈ പറഞ്ഞ പോലെ പച്ചമുളകിന്റെ വില ചോദിക്കുന്ന പരിപാടിയല്ല. നമ്മളൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സാണ് റൺ ചെയ്യുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് അവരോട് പറയാൻ പറ്റണം, $1000 താഴെ. ഈ $100 ആളോട് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് $100 കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടേ എന്റെ $1000 എംപ്ലോയിയോട് ചോദിക്കാൻ പറയാം. അവർക്ക് റിസ്ക് എടുക്കാനുള്ള അധികാരമുണ്ട്, അവർ ഹാൻഡിൽ ചെയ്യട്ടെ. മനസ്സിലായോ? നമ്മളെ സംബന്ധിച്ചോളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് എന്ന് വെച്ചാൽ 3 ലെവലിൽ ആൾക്കാർക്ക് റിസ്ക് എടുക്കാം. $100 റിസ്ക് എടുക്കാവുന്ന ആൾക്കാരുണ്ട്, $250 റിസ്ക് എടുക്കാവുന്ന ആൾക്കാരുണ്ട്, ഓക്കെ, $1000 റിസ്ക് എടുക്കാവുന്ന ആൾക്കാരുണ്ട്, അല്ലെ? അപ്പൊ ഈ $100 റിസ്ക് എടുക്കുന്ന ആള് നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുവാണ്, ഞാൻ അത് പോയി ചെയ്തോട്ടെ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സമയം പിന്നെയും പോയി. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ റിയലൈസ് ചെയ്യുന്ന വെച്ചാൽ അപ്രോക്സിമേറ്റ്ലി നിങ്ങൾ എന്റെ വീഡിയോ കേൾക്കുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 10,000 പ്ലസ് ഓർ മൈനസ് ആണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഇനി ഉള്ളത്, ഡേയ്സ് ജീവിതത്തിൽ. ഈ 10,000 ഡെസ് ഓർ മൈനസ് സിറ്റുവേഷൻ ഈ $100 ഡിസിഷൻ എടുത്ത് വേസ്റ്റ് ചെയ്യാവുന്നതല്ല നിങ്ങളുടെ ജീവിതം. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം ഈ $100 ഡിസിഷൻ എടുക്കേണ്ട ആള് നിങ്ങളുടെ അടുത്ത് വരുവാണെങ്കിൽ അവരെ എങ്ങോട്ട് വിടണം? $250 ഡിസിഷൻ എടുക്കുന്ന ആളുടെ അടുത്തോട്ട് പറഞ്ഞു വിടണം. കാരണം അവർക്ക് അതുപോലെ 2.5 ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവർക്ക് അതിനുള്ള വിവേകമുണ്ടെന്ന് നിങ്ങൾ ഉറപ്പും വരുത്തിയിട്ടുണ്ട്. അതെങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ള ഡെലിഗേഷനിൽ ഒരു സെക്കൻഡ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുകയും ചെയ്യാം. ആ 250 നിങ്ങളുടെ അടുത്ത് വരുവാണെങ്കിൽ നമ്മൾ പറയുന്നത് ഈ 1000 അടുത്തോട്ട് പറഞ്ഞു വിടണം. ക്ലിയർ ആണോ? ഇനി 1000 അടുത്ത് അതിന് മുകളിലുള്ള ആൾക്കാരുണ്ടാവും. $10,000 ആളുണ്ടെങ്കിൽ ആ $10,000 അടുത്തോട്ട് ഈ 1000 പറഞ്ഞു വിടണം. സോ ദാറ്റ് നിങ്ങളൊരു വലിയൊരു കമ്പനിയെ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചെറിയ ഡിസിഷൻ മേക്കിങ്ങിൽ സമയം കളയരുത്. മനുഷ്യനെ സംബന്ധിച്ചോളം ജനറലി സ്പീക്കിംഗ് ഒരു ആവറേജ് ഒരു സർട്ടൻ നമ്പർ ഓഫ് ഡിസിഷൻ മേക്കാനുള്ള വിൽ പവറെ ആവറേജ് ഹ്യൂമൻ ഉള്ളൂ. ആ ഡിസിഷൻ മുഴുവൻ ഇതുപോലെ ചവർ കേസുകളിൽ നമ്മളിപ്പോൾ കളയുവാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചുള്ള ബിഗ് ഡിസിഷൻസ് എടുക്കാനുള്ള എനർജി നമ്മൾ നഷ്ടപ്പെടുത്തി കളയുവാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എന്താണ് മിസ്റ്റേക്ക് അലവൻസ് എംപ്ലോയീസിന് കൊടുക്കുക. അപ്പൊ ഈ മിസ്റ്റേക്ക് അലവൻസ് എംപ്ലോയീസിന് കൊടുത്തു കഴിഞ്ഞാൽ
ബേസിക്കലി അവർ മിസ്റ്റേക്ക് കാണിക്കാൻ റെഡി ആവുകയാണ്. അപ്പൊ പറയുന്നതെന്ന് വെച്ചാൽ എന്റെ കമ്പനി മുഴുവൻ മിസ്റ്റേക്ക് ആക്കാനാണ് ഈ വഴി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. മാനുഫാക്ചറിങ് മിസ്റ്റേക്ക് വരാം, മിസ്റ്റേക്ക് വരാം. ഓക്കെ, അപ്പൊ അവിടെയാണ് രണ്ടാമത്തെ മിസ്റ്റേക്കിനെ കുറിച്ചുള്ള റൂള്. കോഴ്സ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടെ ഒരേ ദിവസം മുഴുവനൂടെ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഞാൻ മാക്സിമം കൺസൈസ് ആയിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുവാണ്. ഒരുപാട് ആൾക്കാർ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ബിസിനസ് ഉണ്ടെങ്കിൽ അവർക്ക് ആക്ച്വലി മണി കയ്യിൽ പിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത്. സോ ദാറ്റ് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റി ലോകമെമ്പാടും നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്ത് വരാനായിട്ട്. ബൈ ദ വേ, ആ ഒരു പോയിന്റ് പറയുമ്പോൾ നമ്മൾ ക്യാഷ് 360 എന്ന് പറഞ്ഞിട്ട് 360 ഡേയ്സിൽ 365 ഡേയ്സിൽ ബേസിക്കലി ഒരു വർഷം മുഴുവനായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡേയ്സിൽ വന്നിട്ട് ഞാൻ 100 ആൾക്കാരെ കോച്ച് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്. 100 ബിസിനസ്സുകാരെ ഞാൻ പിക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതൊരു ഫ്രീ ആയിട്ടുള്ള ഒരു കാര്യമല്ല, പെയ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം എടുക്കാനായിട്ട്. പക്ഷെ അത് 100% റിസൾട്ട് ബേസ്ഡ് ആണ്. അപ്പൊ അതിന്റെ പാർട്ടാകാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം താഴെ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് അതിന്റെ പാർട്ടാകാൻ അപ്ലൈ ചെയ്യാം. നിങ്ങൾ സെലക്ട് ചെയ്യണമെന്നില്ല. ഒരു ആയിരക്കണക്കിന് ആൾക്കാർ നമ്മുടെ ലിസ്റ്റിലുള്ള ആൾക്കാർ അതിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് 100 പേരെ എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ ഒരാളാണ് ആഗ്രഹം ഉണ്ടെങ്കിൽ പറയുക. പക്ഷേ റിസൾട്ട് ബേസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റയർ വർഷം നിങ്ങളോട് വർക്ക് ചെയ്തിട്ട് ഓരോ ദിവസവും നിങ്ങളോട് വർക്ക് ചെയ്യുകയാണ് ഒരു ഗ്രൂപ്പ് എന്ന രീതിയിൽ. ആ ഒരു വർഷത്തിന് ശേഷം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് 100 ടൈംസ് റിട്ടേൺ ഉണ്ടാക്കി തരിക എന്നുള്ളതാണ്. അപ്രോക്സിമേറ്റ്ലി 1 കോടി രൂപയോളം റിട്ടേൺ ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് നമ്മുടെ ഗോള്. ഒരു ഒറ്റ വർഷം കൊണ്ട് അഡീഷണൽ ആയിട്ട് എൻ്റെ കോൺവെർസേഷൻ കൊണ്ട് മാത്രം. എന്നിട്ട് മിനിമം നിങ്ങൾക്ക് 3 ലക്ഷം രൂപയെങ്കിലും റിട്ടേൺ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ 100% ഒരു വർഷം കഴിഞ്ഞ് മണി ബാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അത് അത്രയും ബോൾസി ആയിട്ടൊരു മൂവ് ആയതുകൊണ്ട്, അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓഫർ ആയതുകൊണ്ട് ബേസിക്കലി 100 കണക്കിന് ആൾക്കാർ നമ്മുടെ അടുത്തോട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കും അങ്ങനെ ഒരാളാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എനിക്ക് ഏറ്റവും ഫിറ്റ് ചെയ്യുന്ന 100 ആൾക്കാരാണ് പിക്ക് ചെയ്യുന്നത്. ബാക്ക് ടു ദ ടോപ്പിക്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേന് മിസ്റ്റേക്ക് അലവൻസ് നിങ്ങൾ കൊടുത്തു. ആ മിസ്റ്റേക്ക് അലവൻസ് കൊടുത്തിട്ട് നിങ്ങൾ റിപ്പീറ്റ് മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ എൻ്റെ കൂടെ ജോലി ചെയ്യുവാണെങ്കിൽ, എനിക്കറിയാം നിങ്ങൾ CEO ആണ്, നിങ്ങൾ വലിയ കമ്പനി റൺ ചെയ്യുന്ന ആളാണ്. പക്ഷെ നിങ്ങൾ എന്നോട് ജോലി ആണെന്നിരിക്കട്ടെ, ജോലി ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് മിസ്റ്റേക്കും വരുത്താം. നിങ്ങളുടെ ലെവലിനനുസരിച്ച് $100 മിസ്റ്റേക്ക് വരുത്താം. എനിക്കൊന്നും ഒരാൾ ഈ പരിപാടി ചെയ്തിട്ടുണ്ടാകണം തോന്നുന്നില്ല, ഞാനല്ലാതെ. ഓക്കെ, അഗെയിൻ ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് വന്നതാണ്. ഓക്കെ, $100 മിസ്റ്റേക്ക് വരുത്താം, $250 മിസ്റ്റേക്ക് വരുത്താം, $1000 മിസ്റ്റേക്ക് വരുത്താം. ഈ മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്കിന് ഒരു പ്രത്യേകത ഉണ്ടാകണം. നിങ്ങൾ ഇന്ന് വരുത്തിയ മിസ്റ്റേക്ക് നാളെ വരുത്താൻ പറ്റില്ല. മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും. ക്ലിയർ ആണ്? അപ്പൊ നിങ്ങളെ സംബന്ധിച്ചുള്ള എൻ്റെ സ്വഭാവം മാറുന്ന ആ സെക്കൻഡിൽ എൻ്റെ ടോൺ മാറും. വരുത്തിയ മിസ്റ്റേക്സ് രണ്ടാമത് വരുത്തി കഴിഞ്ഞാൽ. ഒരു മിസ്റ്റേക്ക് ഒരു പ്രാവശ്യം $1000 60,000 മിസ്റ്റേക്ക് വരുത്തി $60,000 ആക്കാന്നുള്ളതല്ല, അല്ലെ $6 ലക്ഷം ആക്കാന്നുള്ളതല്ല, അല്ലെ അത് കൂടുതൽ ആക്കാന്നുള്ളതല്ല. നിങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് ഒരു പ്രാവശ്യം വരുത്താം. അതിനാണ് നിങ്ങൾക്ക് പെർമിഷൻ ഉള്ളൂ. ക്ലിയർ ആണ്? അതേ മിസ്റ്റേക്ക് 2 പ്രാവശ്യം വരുന്നെങ്കിൽ ആൾ അതിൽ നിന്ന് പഠിക്കുന്നില്ല. 3 പ്രാവശ്യം വരുത്തുവാണെങ്കിൽ ആളെ പഠിക്കാൻ ചാൻസ് ഇല്ല. ആളെ പറഞ്ഞു വിടണം, റീപ്ലേസ് ചെയ്ത് വേറെ ആളെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മിസ്റ്റേക്സ് വരുത്താം, ഒരേ മിസ്റ്റേക്ക് തന്നെ രണ്ടാമത് വരുത്തരുത്. നമ്മുടെ ഫൈനൽ പോയിന്റിലേക്ക് നമുക്ക് കയറാം, ഡെലിഗേഷൻ. അപ്പൊ ഈ ഡെലിഗേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് തന്നെ നമുക്ക് എത്താൻ പറ്റില്ല നമ്മൾ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നില്ലെങ്കിൽ. കാരണം നിങ്ങൾ എന്ത് ഡെലിഗേറ്റ് ചെയ്താലും നിങ്ങളുടെ സ്ട്രക്ചറിനനുസരിച്ച്, നിങ്ങളുടെ അപ്ബ്രിങ്ങിനനുസരിച്ച്, നിങ്ങൾ എങ്ങനെ ആൾക്കാരെ നിങ്ങളുടെ പേരൻസ് വളർത്തിക്കൊണ്ട് വന്നു അതിനെ അപേക്ഷിച്ച് നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരൻസിനെ പോലെ, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ പേരൻസിനെ പോലെ നിങ്ങൾ ഡംപ് ചെയ്തിട്ട് പോകുന്ന ആൾക്കാരാണ് ചിലപ്പോൾ. ചില ആൾക്കാരെ പീസ് ബൈ പീസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ചെറിയ ചെറിയ ചോറിന്റെ ചോറിന്റെ ഒരു ഉരുളയല്ല, ഒരു അരി എടുത്തിട്ട് ഒരു തരി ചോറെടുത്തിട്ട് എന്നാ പിടിച്ചു ഞാൻ ഇങ്ങനെ ചരടെ പിടിച്ച് വലിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ആ ചോറയിൽ നമ്മളൊരു ചരട് കെട്ടിയിട്ടുണ്ട്, അത് പിടിച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ട് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് പപ്പറ്റ് ഷോ ആണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാരെ ഡംപ് ചെയ്തിട്ട് പോവാണ്. ഡംപ് ചെയ്തിട്ട് പോയി അവർ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പറയും, കണ്ടോ, ഒരു മനുഷ്യരെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യണം, അല്ലാതെ ഒരു മനുഷ്യരെ എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഈ മനുഷ്യരൊക്കെ ഇങ്ങനെ ആയിപ്പോയിരിക്കുന്നത്? ഒരു നല്ല എംപ്ലോയീസ് ലോകത്ത് കിട്ടാനുമില്ല. അല്ലെങ്കിൽ ഞാൻ എവിടെ എത്തേണ്ട ആളാണ്, എന്തൊരു കഴിവുള്ള ആളാണ്, ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങൾ ഫണ്ടമെന്റലി ശരിക്കും മനസ്സിലാക്കണ കാര്യം വെച്ചാൽ, ഡെലിഗേഷൻ നിങ്ങൾ ചെയ്യാൻ റെഡി ആകണമെങ്കിൽ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് വെച്ചാൽ നിങ്ങൾ ഫിറ്റ് ആണ്, ഇന്റേണലി ഫിറ്റ് ആണ്, സൈക്കോളജിക്കലി ഫിറ്റ് ആകണം. എഗെയിൻ തവള വീർപ്പിക്കുന്ന പോലെ വീർപ്പിച്ചിട്ട് കോൺഫിഡന്റ് ആണെന്ന് പറയുന്നതല്ല, നിങ്ങളുടെ ഇൻസൈഡ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം, ഐ എം ഗുഡ് എന്ന് ഫീൽ ചെയ്യണം. ഇതിനാണ് സൈക്കോളജിക്കൽ സെക്യൂരിറ്റി. ജെ കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞ തമിഴ്നാട്ടുകാരനായിട്ടുള്ള ആനി ബെസന്റ് ലോകത്തെ ലീഡറായിട്ട് കൊണ്ടുവരാനിരുന്ന ഒരു ഫിലോസഫർ ഉണ്ട്. ജെ കൃഷ്ണമൂർത്തിയുടെ വർക്ക് ഞാൻ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. അപ്പോൾ ജെ കൃഷ്ണമൂർത്തി സൈക്കോളജിക്കൽ ഇൻസെക്യൂരിറ്റി ആണ് ഫണ്ടമെന്റൽ കോസ് ഓഫ് ഹ്യൂമൻ ഇഷ്യൂസ് എന്ന് പറയാറുണ്ട്. അപ്പം
അപ്പൊ ശരിക്കും സൈക്കോളജിക്കൽ ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ഉള്ളിലുണ്ട്. ഈ സൈക്കോളജിക്കൽ ഇൻസെക്യൂരിറ്റി ജനറലി എല്ലാ സ്പീഷീസിനും ഉണ്ട്, എല്ലാ ഹ്യൂമൻസിനും ഉണ്ട്. ആ ഹ്യൂമൻസിൽ തന്നെ പേരന്റിങ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് സ്ട്രോങ് ആയിട്ട് കിട്ടിയ ആൾക്കാർക്ക് ബേസിക്കലി ആ സൈക്കോളജിക്കൽ ഇൻസെക്യൂരിറ്റി കുറച്ച് ഹൈ ആണ്. അതുകൊണ്ട് എന്നാ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈക്കോളജിക്കൽ ഇൻസെക്യൂരിറ്റി കാരണം ആരുടെ ബ്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാവും. ക്ലിയർ ആണോ? അപ്പൊ ചാടി ബ്ലെയിം ചെയ്യാൻ നിൽക്കുന്നു നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ എല്ലാം സഹിച്ചോളാൻ നിൽക്കുന്നു. രണ്ട് എക്സ്ട്രീമും മോശമാണ്. ക്ലിയർ ആണോ? അപ്പൊ അവിടുന്നാണ് നമ്മൾ ഡെലിഗേഷനിലേക്ക് എത്തുന്നത്. അപ്പൊ 5 തരത്തിലാണ് ഡെലിഗേഷൻ ഇരിക്കുന്നത്. അപ്പൊ ഡെലിഗേഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ, അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുന്ന വെച്ചാൽ, ഈ എംപ്ലോയി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ $10 എംപ്ലോയി ആണേ. $10 എംപ്ലോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ $10 റിസ്ക് എടുക്കുന്ന ആളാണ്. ഈ എംപ്ലോയി എന്ന് പറഞ്ഞാൽ ലച്ചേ $100 എംപ്ലോയി ആണ്. ഓക്കെ, ഈ എംപ്ലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് $250 എംപ്ലോയി ആണ്. ഓക്കെ, ഈ എംപ്ലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം $100 എംപ്ലോയി. $100 എംപ്ലോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഒരു പ്രാവശ്യത്തോടെ കമ്മ്യൂണിക്കേഷന്റെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. $1 മില്യൺ എംപ്ലോയി ആണ്. ഓക്കെ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. ഇവരുടെ ശമ്പളമല്ല ഞാനിവിടെ പറയുന്നത്, ഇവരുടെ ശമ്പളമല്ല പറയുന്നത്, ഇവർക്ക് റിസ്ക് എടുക്കാനായിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന നമ്പറാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, റിസ്ക് എടുക്കാനായിട്ട് കൊടുത്തേക്കുന്ന നമ്പറാണ്. അപ്പൊ ഈ ഇവിടെ $1000 ഇയാൾക്ക് റിസ്ക് എടുക്കാം, ഇയാൾക്ക് $1 മില്യൺ റിസ്ക് എടുക്കാം. 8 കോടി രൂപയുടെ റിസ്ക് എടുത്താലും നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല. അവിടെയാണ് അത് കുറച്ചുകൂടെ കൂടിയ ആൾക്കാർക്കേ അത് റിലവന്റ് ആവുള്ളൂ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ ബേസിക്കലി ഈ ഡെലിഗേഷനെ ആണ് ഞാൻ റിസർച്ച് ഡെലിഗേഷൻ എന്ന് പറയുന്നത്, R&D. അതായത് ഇവരുടെ ജോലി എന്നാന്ന് വെച്ചാൽ ബേസിക്കലി നിങ്ങളൊരു കാര്യം അവർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസർച്ച് ചെയ്യാൻ മാത്രമേ അവർക്ക് അവകാശമുള്ളൂ, അല്ലാതെ അവരൊരു ടാസ്ക് പോലും ചെയ്യല. ഇത് നമ്മുടെ ഇനീഷ്യൽ ആയിട്ടുള്ള എംപ്ലോയി ആണ്. 20 വയസ്സുള്ള അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു എംപ്ലോയി നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവരോട് അതെ എന്നെ സംബന്ധിച്ചോളം മലേഷ്യക്ക് എനിക്ക് പോകണം. ഓക്കെ, നിങ്ങളുടെ അസിസ്റ്റന്റ് ആണ്, മലേഷ്യക്ക് എനിക്ക് പോകണം. അപ്പൊ ഞാൻ മലേഷ്യക്കുള്ള ടിക്കറ്റ് എന്തൊക്കെ ഓപ്ഷൻസ് ആവുള്ളതെന്ന് റിസർച്ച് ചെയ്തിട്ട് വന്നേ. ഇതാണ് ലെവൽ 1 ഡെലിഗേഷൻ. ഓക്കെ, ഇതാണ് ലെവൽ 1 ഡെലിഗേഷൻ. ഈ ഡെലിഗേഷൻ പലപ്പോഴും ഈ ഡെലിഗേഷനിലേക്ക് ആരും പോയാൽ എല്ലാവരും ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു, ടിക്കറ്റ് എടുത്തു. അപ്പൊ മലേഷ്യക്കുള്ള പറയും ഇന്തോനേഷ്യക്കാണ് ടിക്കറ്റ് എടുത്തത്. അല്ല സാർ ഇന്തോനേഷ്യ എന്നാണ് പറഞ്ഞത്. അല്ല സാർ ഇന്തോനേഷ്യ ആണ് പറഞ്ഞത്, മലേഷ്യ നല്ല സാറ് പറഞ്ഞത്. ശരിക്കും ഞാൻ ഓർക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഈ പ്രശ്നമാണ് ഇവിടെ നടക്കുന്നത് ആദ്യത്തെ ലെയർ ഓഫ് ആൾക്കാരിൽ. അപ്പൊ അവിടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ് എന്ന് വെച്ചാൽ റിസർച്ച് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. റിസർച്ച് ചെയ്തിട്ട് ഇങ്ങ് പറയാ, അത് കഴിഞ്ഞ് അവരോട് പറയാ, അവരത് കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചുള്ള അടുത്ത ലെവലിലേക്ക് നമ്മൾ പോവാണ്. അതിന്റെ പേരാണ് ടാസ്ക് ഡെലിഗേഷൻ എന്ന് പറയുന്നത്, ടാസ്ക് ഡെലിഗേഷൻ. അപ്പൊ അവിടെ അവരെ സംബന്ധിച്ചോളം ഓക്കെ എന്നാ ഒരു പണി നിങ്ങൾ പോയി ടിക്കറ്റ് പോയി ബുക്ക് ചെയ്തിട്ട് വാ എന്ന് പറയുന്നതാണ് ടാസ്ക് ഡെലിഗേഷൻ. രണ്ടാമത്തെ ലെയറിലേക്ക് നമ്മൾ എത്തിയേ. അപ്പൊ രണ്ടാമത്തെ ലെയറിൽ ടാസ്ക് ഡെലിഗേഷൻ കിട്ടി. അപ്പൊ ഈ ടാസ്ക് ഡെലിഗേഷൻ ക്ലിയർ ആണല്ലോ, കാരണം അവർ റെസ്പോൺസിബിൾ ആണ്, അവർ ആ ടാസ്ക് കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഓരോ എംപ്ലോയിയും ഈ ഫേസിലൂടെ കടന്നു പോകാവേ. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു വൈസ് പ്രസിഡന്റിനെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് തുടങ്ങാനല്ല. വൈസ് പ്രസിഡന്റ് ആണ് ചിലപ്പോൾ ഇവിടുന്ന് ആയിരിക്കും നിങ്ങൾ തുടങ്ങുന്നത്, നിങ്ങളുടെ സീനിയർ പൊസിഷൻ ആണെങ്കിൽ. പക്ഷെ ഒരു ജൂനിയർ എംപ്ലോയി ആണെങ്കിൽ ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഈ മൂന്നാമത്തെ ലെയറിലാണ് നമ്മൾ പ്രോജക്ട് ഡെലിഗേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ എന്റെ ട്രാവൽ മുഴുവൻ നിങ്ങളാണ് മാനേജ് ചെയ്യുന്നത്. നിങ്ങളാണ് മാനേജ് ചെയ്യുന്നത്. ഒരു പ്രോജക്റ്റ് ആണ്. ഞാൻ മലേഷ്യക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്, ഇന്റർനാഷണൽ ട്രാവൽ ചെയ്യുന്നുണ്ട്, ദുബായിക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്, ഇന്ത്യക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്, കാനഡയ്ക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്, സൗത്ത് അമേരിക്ക ട്രാവൽ ചെയ്യുന്നുണ്ട്, നോർത്ത് അമേരിക്ക ട്രാവൽ ചെയ്യുന്നുണ്ട്. ഈ പ്രോജക്റ്റ് എന്റെ ട്രാവൽ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഡെലിഗേറ്റീവ് ആണ്. അപ്പൊ അവിടെ നമ്പർ കൂടി കണ്ടോ, നമ്മൾ റിസ്ക് എടുക്കാനുള്ള സിറ്റുവേഷൻ കൂടി കണ്ടോ, അവർക്ക് അബദ്ധങ്ങൾ കാണിക്കാനുള്ള നമ്പർ കൂടിയത് കണ്ടോ. ക്ലിയർ ആണോ? ഇതാണ് പ്രോജക്ട് ഡെലിഗേഷൻ. ഇപ്പൊ ഇവിടെ നിങ്ങളൊരു ഡിപ്പാർട്ട്മെന്റ് ഹെഡിനെ ഹയർ ചെയ്യുവാണെങ്കിൽ ഇവിടെയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവർ ഈ പ്രോജക്റ്റ് മാനേജ് ചെയ്യുന്ന നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം ഡിപ്പാർട്ട്മെന്റ് ഡെലിഗേഷൻ ആണ്. എൻറ്റയർ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് അവരെ ഹാൻഡിൽ ചെയ്യുവാണ്. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് അവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഈ പറഞ്ഞ രീതിയിൽ ക്ലയന്റ് അക്വിസിഷൻ അവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. വേറെ ആള് ഈ പറഞ്ഞ ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. വേറെ ആള് ഈ പറഞ്ഞ പോലെ ഇന്നോവേഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. ഡിപ്പാർട്ട്മെന്റ് തന്നെ നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തേക്കാം. ആ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു കാര്യം എനിക്ക് അറിയണ്ട, എന്തെങ്കിലും മേജർ ആയ ഡിസിഷൻസ് $1000 മുകളിലുള്ള ഡിസിഷൻ മേക്കിംഗ് ഉണ്ടെങ്കിൽ എനിക്കറിയണം. അല്ല നിങ്ങൾ അവിടെ പത്രം മേടിച്ചു, മറ്റത് മേടിച്ചു, അഡ്വർടൈസ്, ഇതൊന്നും എനിക്കറിയണ്ട. എനിക്ക് അതിന് മുകളിലോട്ടുള്ള സീരിയസ് ആയിട്ടുള്ള മേജർ ഡിസിഷൻസ് ഉണ്ടെങ്കിൽ എന്നെ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുക. നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റി നിങ്ങൾ ഹാൻഡിൽ ചെയ്താൽ മതി. ഇതാണ് ഡിപ്പാർട്ട്മെന്റ് ഡെലിഗേഷൻ. അപ്പൊ രണ്ടാമത്തെ ലെയർ കണ്ടു, മൂന്നാമത്തെ ലെയർ പ്രോജക്റ്റ്, നാലാമത്തെ ലെയർ ഡിപ്പാർട്ട്മെന്റ് ഡെലിഗേഷൻ, അഞ്ചാമത്തെ ലെയർ ആണ് കമ്പനി ഡെലിഗേഷൻ. കമ്പനി ഡെലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി തന്നെ വേറൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്യുക. ഈ സിറ്റുവേഷനിലേക്ക് വളരെ ചുരുക്കം ആൾക്കാരെ എത്താറുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, മൾട്ടിപ്പിൾ ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പൊ അതിൽ ഒരു ഓർഗനൈസേഷൻ നിങ്ങൾ ഒരു സിഇഒനെ വെച്ചേക്കുവാണ്. ആൾക്ക് $1 മില്യൺ വരെ ഡിസിഷൻ എടുക്കാം. ഫോർ എക്സാമ്പിൾ, അത് നിങ്ങളുടെ കമ്പനിയുടെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾ ഡിസിഷൻ എടുക്കാം. അത് ബുദ്ധിപരമായിട്ട് നിങ്ങൾ ചെയ്യാവുള്ളൂ. ഓഫ് കോഴ്സ് ആ $1 മില്യൺ അവർ മുങ്ങിക്കൊണ്ട് പോകരുത്, അത് നിങ്ങൾ ഓർത്തോണം. പക്ഷെ ഞാൻ പറഞ്ഞ പോയിന്റ് വെച്ചാൽ
ഇപ്പം നിങ്ങളുടെ കമ്പനി വലുതായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ 5ാമത്തെ ലെയർ ഓഫ് ഡെലിഗേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കമ്പനീസ് ഉണ്ട്. അപ്പോൾ അതിലൊരു കമ്പനി ഒരാളെ ഡെലിഗേറ്റ് ചെയ്തു, ഒരു കമ്പനി തന്നെ നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് വെക്കുക. അവരെവിടെയാണ് അവരെ റിസർച്ച് കറക്റ്റായിട്ട് ചെയ്തു, ടാസ്ക് കറക്റ്റായിട്ട് ചെയ്തു, പ്രൊജക്ട് കറക്റ്റായിട്ട് ചെയ്തു, ഡിപ്പാർട്ട്മെന്റ് കറക്റ്റായിട്ട് മാനേജ് ചെയ്തു. ആ ഒരു സിറ്റുവേഷനിൽ അവരൊരു കമ്പനിയുടെ CEO ആയിട്ട് നിങ്ങൾ വെച്ച് വെക്കുക. അവിടെയും പോയി നമ്മൾ പപ്പറ്റ് ഷോ പോലെ നമ്മൾ ഈ CEO-നെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്നത് ചെയർമാൻ എന്ന രീതിയിൽ. ക്ലിയർ ആണോ? അങ്ങോട്ട് തിരിയുക, ഇങ്ങോട്ട് തിരിയുക, അങ്ങോട്ട് തിരിയുക. കമ്പനി വളരെയല്ല. കാരണം നമ്മളെ സംബന്ധിച്ചുള്ള കമ്പനികൾ നെക്സ്റ്റ് ലെവലിലേക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വളരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റണം. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ വിട്ടുകൊടുക്കണം. എന്നിട്ട് അവരെ കൊണ്ട് റൺ ചെയ്യാവുന്ന സിറ്റുവേഷനിലേക്ക് പോകണം. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ കോൺവെർസേഷൻ. നിങ്ങളെ സംബന്ധിച്ചുള്ള 5 ലെയർ ഡെലിഗേഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതുമാത്രമല്ല റാഡിക്കൽ റെസ്പോൺസിബിൾ ലീഡറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. നിങ്ങൾ റാഡിക്കൽ റെസ്പോൺസിബിൾ ലീഡർ ആകുക. നിങ്ങളുടെ കാര്യത്തിന് നിങ്ങൾ റെസ്പോൺസിബിൾ ആണ്, അവരുടെ കാര്യത്തിന് അവർ റെസ്പോൺസിബിൾ ആണ്, നമ്മളുടെ കാര്യത്തിന് ഞാൻ റെസ്പോൺസിബിൾ ആണ്. ക്ലിയർ ആണ്? അപ്പം അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ ഉണ്ടാകേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വഴക്കുണ്ടാകണം. ഞാനാണ് റെസ്പോൺസിബിൾ, മറ്റേ ഞാനാണ് റെസ്പോൺസിബിൾ. നമ്മൾ ഈ സാധനം പൈസ കൊടുക്കാനായിട്ട് നമ്മൾ ഈ പറഞ്ഞാൽ ഹോട്ടലിൽ ചെല്ലുമ്പോൾ അവസാനം ആൾക്കാർ പറയും ഞാൻ പൈസ കൊടുത്തേക്കാം. അതുപോലെ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകണം. അവിടെയാണ് കൾച്ചർ കറക്റ്റായിട്ട് ഫോം ചെയ്തേക്കുന്നത്. ടോക്ക് ടു നെക്സ്റ്റ് ടൈം.